മുമ്പൊക്കെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയാനകമായ ഒരു സിറ്റുവേഷൻ ആളുകൾക്ക് ഉണ്ടാക്കുമായിരുന്നു. അത്രമാത്രം ഭയങ്കരമായിരുന്നു മനുഷ്യാവകാശങ്ങൾ മാനിക്കപ്പെടാത്ത ഒരു കാലത്തുള്ള പോലീസ് സ്റ്റേഷനുകൾ. ഇന്ന് ആ സ്ഥിതിവിശേഷമൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഇന്ന് മനുഷ്യാവകാശങ്ങൾ മാനിക്കപ്പെടുന്നു. ഇത്തരം അതിക്രമങ്ങൾ കാണിക്കുന്ന നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെട്ടു. അവരെല്ലാം തന്നെ അഴികൾ എണ്ണേണ്ടി വന്നു, ജോലികൾ നഷ്ടപ്പെട്ടു. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങൾ ബോധവാന്മാരായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ, ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഗർഭിണിയായ ഒരു സ്ത്രീയെ നെഞ്ചിന് പിടിച്ച് ഉന്തുകയും മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറുടെ ദൃശ്യം, അത് കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഗതികേടാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇക്കാലത്തും ഇങ്ങനെ സംഭവിക്കുന്നു എന്നത് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ SHO പ്രതാപ് ചന്ദ്രനെ വളരെ വൈകിട്ട് 1.5 വർഷത്തിന് ശേഷം ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പക്ഷെ പിരിച്ചുവിട്ടിട്ടില്ല. അതുപോലെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഇത്ര കാലം വൈകി എന്നത് മറ്റൊരു ദുരൂഹതയാണ്. പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ഇത്ര കാലവും ഇരകൾക്ക് നൽകാതെ അവരെ, കുറ്റവാളികളെ സംരക്ഷിച്ചുകൊണ്ട് ഗുണ്ടാ പോലീസായിട്ടുള്ള ഒരു പ്രതാപചന്ദ്രനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലും കോടതി ഇടപെടേണ്ടി വന്നു. അങ്ങനെയാണ് ഒരു പരിഹാരം തൽക്കാലത്തേക്കാണെങ്കിലും ഉണ്ടായിട്ടുള്ളത്. പറഞ്ഞു വരുന്നത്, ലോക്കപ്പ് മർദ്ദനം ഒരു പ്രാചീന ഹിംസയാണ്. ലോക്കപ്പ് മർദ്ദനം ഒരു പഴഞ്ചൻ പ്രാകൃത സമ്പ്രദായമാണ്. അതിപ്പോഴും ഈ ആധുനിക കാലത്തും ഈ പരിഷ്കൃത ലോകത്തും തുടരുന്നു എന്ന് പറയുന്നത് കേരളത്തെപ്പോലെ പ്രബുദ്ധരായ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനത്തിന് ലജ്ജാകരമായ ഒരു സ്ഥിതിവിശേഷമാണ്.